നമസ്കാരം. ഈസി ടെക്കിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുവാൻ പോകുന്നത് നമ്മൾ എഡിറ്റ് ചെയ്ത വീഡിയോ എങ്ങനെ റൊട്ടേറ്റ് ചെയ്യാമെന്നാണ്. റൊട്ടേറ്റ് ചെയ്ത വീഡിയോക്ക് എങ്ങനെ ആനിമേഷൻ കൊടുക്കാമെന്നാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പ്രവേശിക്കാം. ഇവിടെ വീഡിയോ 1 ട്രാക്കിൽ ഞാനൊരു വീഡിയോ ക്ലിപ്പ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കോപ്പി ഞാൻ എടുക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, കോപ്പി കൊടുക്കുന്നു, വീഡിയോ 2 ട്രാക്കിൽ പേസ്റ്റ് ചെയ്യുന്നു. പിന്നെ ഇഫക്റ്റിലേക്ക് പോയിട്ട് റൊട്ടേറ്റ് ആൻഡ് ഷിയർ എന്ന ടൂൾ എടുക്കുകയാണ്. ഈ ടൂൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനൊരു ടൂൾ നമുക്ക് ലഭിക്കും. ഇത് ഞാൻ നേരെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുകയാണ്. വീഡിയോ 2 എന്ന ട്രാക്ക് ഡ്രോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ വലത് ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു ടൂളിൻ്റെ ഓപ്ഷൻ നമുക്ക് ലഭിക്കും. ഇവിടെ പ്രൊജക്റ്റ് മോണിറ്ററിൽ റെഡ് കളറിലൊരു ബോക്സും കൂടി നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഞാൻ ഒരു കോർണറിൽ നിന്നും ഈ രീതിയിൽ ഉൾഭാഗത്തേക്ക് വലിക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ വീഡിയോ ഈ രൂപത്തിൽ ചെറിയൊരു വീഡിയോ നമുക്ക് ലഭിക്കും. ഇവിടെ ഒരു വീഡിയോ കൂടി ഞാൻ പ്രൊജക്റ്റ് മോണിറ്ററിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം റൊട്ടേറ്റ് ആൻഡ് ഷിയർ എന്നതിൽ റൊട്ടേറ്റ് എന്നതിൻ്റെ വാല്യൂ അല്പം കൂട്ടിക്കൊടുക്കുന്നു. അതിനനുസരിച്ചിട്ട് ഇവിടെ നമ്മുടെ വീഡിയോ റൊട്ടേറ്റ് ആവുന്നതായിട്ട് കാണാം. റൊട്ടേറ്റ് Y എന്നത് അതിൻ്റെ വാല്യൂ കൂട്ടിയാൽ വീഡിയോക്ക് ഉണ്ടാകുന്ന മാറ്റം നിങ്ങൾ ശ്രദ്ധിക്കുക. റൊട്ടേറ്റ് Z ഈ രൂപത്തിലൊക്കെ വീഡിയോ ക്ലിപ്പുകൾ റൊട്ടേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ റൊട്ടേറ്റ് ആൻഡ് ഷിയർ എന്നതിൻ്റെ തൊട്ട് താഴെ ആനിമേറ്റ് റൊട്ടേറ്റ് എന്ന് കാണാം. ഇതിൻ്റെ വാല്യൂ അല്പം കൂട്ടിക്കൊടുക്കുകയാണ്. അതിനുശേഷം ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ ഉണ്ടാകുന്ന മാറ്റമൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ രൂപത്തിൽ വീഡിയോക്ക് ആനിമേഷൻ കൊടുക്കാനും കൂടി സാധിക്കും. ഞാൻ എൻ്റെ ചാനലിൻ്റെ എംബ്ലം ഇവിടെ വീഡിയോ 2 ട്രാക്കിൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് വീഡിയോ 1ൽ നിങ്ങൾക്കൊരു വീഡിയോ ക്ലിപ്പ് കാണാം. അതിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് എംബ്ലം കൂടി ഞാൻ വലിച്ചു നീട്ടുകയാണ്. ഇപ്പോൾ വീഡിയോ 1, വീഡിയോ 2 2 ട്രാക്കിലെയും ക്ലിപ്പുകൾ ഒരേ വലുപ്പത്തിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം വീഡിയോ 2 എൻ്റെ എംബ്ലത്തിൻ്റെ വലുപ്പം അല്പം ചെറുതാക്കി വെച്ചിട്ട് ഏതെങ്കിലും ഒരു കോർണർ സ്ഥാപിക്കുകയാണ്. ഈ ഒരു ഭാഗത്തെ ഞാൻ അത് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം റൊട്ടേറ്റ് ആനിമേറ്റ് കൊടുക്കുകയാണ്. ആനിമേഷൻ കൊടുത്തു. പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ വീഡിയോ ഇവിടെ പ്ലേ ആവുന്നതായിട്ട് കാണാം. അതിൻ്റെ കൂടെ മുകളിൽ എൻ്റെ ചാനലിൻ്റെ എംബ്ലം ഈ രൂപത്തിൽ ആനിമേഷൻ കൊടുത്തായിട്ട് കാണാം. ഇവിടെ ആനിമേറ്റ് X ഉണ്ട്. അതുപോലെ തൊട്ട് താഴെ ആനിമേറ്റ് റൊട്ടേറ്റ് Y കാണാം. അത് വാല്യൂ കൂട്ടിയാൽ നേരെ എതിർ ദിശയിലേക്ക് ഈ രൂപത്തിലൊക്കെ ഇതിന് ആനിമേഷൻ കൊടുക്കുന്നതായിട്ട് കാണാം. അതുപോലെ തൊട്ട് താഴെ ആനിമേറ്റ് X ഉണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് വാല്യൂ കൂട്ടി നോക്കിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ മാറ്റം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഷിയർ ഉണ്ട്. ഇവിടെ ഷിയർ കൊടുത്താൽ ഈ രൂപത്തിലൊക്കെ നമുക്ക് വീഡിയോ ക്ലിപ്പിനെ മാറ്റാൻ സാധിക്കുന്നതാണ്. തൊട്ട് താഴെ ആനിമേറ്റ് ഷിയർ X, ഈ ഷിയർ ഷേപ്പ് കൊടുത്തതിന് നമുക്ക് ആനിമേഷൻ കൊടുക്കാൻ സാധിക്കും. ഈ രൂപത്തിലൊക്കെ ആനിമേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്കിത് വീഡിയോ ആക്കി മാറ്റാം. റെൻഡർ കൊടുക്കുന്നു. MP4ൽ ഞാൻ റെൻഡർ കൊടുക്കുകയാണ്. ഫുൾ പ്രൊജക്റ്റ് മോഡൽ ക്രമീകരിച്ചിട്ടുണ്ട്.
ഇവിടെ ഒരു ഫയൽ നെയിം കൊടുത്തു. റൊട്ടേറ്റ് എന്ന് കൊടുത്തു. സേവ് കൊടുത്തു. അതിനുശേഷം റെൻഡർ ടു ഫയൽ കൊടുക്കുന്നു. അപ്പോൾ ഇത് റെൻഡറായിട്ട് വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഇവിടെ റെൻഡറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യിച്ച് നോക്കാം. ഈ രൂപത്തിലൊക്കെ നമുക്ക് മനോഹരമായ രീതിയിൽ വീഡിയോ എഡിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട്. മുകളിൽ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ എംബ്ലം റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. ഇങ്ങനെ മനോഹരമായ രീതിയിൽ വീഡിയോ എഡിറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്.